തേച്ചൊരച്ചുള്ള കുളി. നമുക്ക് പണ്ടൊക്കെ ചകിരി, ഇഞ്ച ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതായിരുന്നു. ഇപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ലൂഫാസ് ഇത് കിട്ടും. അപ്പം ഇത് വെച്ച് നല്ല കുളി ഒരു ആഘോഷമാക്കി മാറ്റുന്ന രീതിയിലാണ് അല്ലേ? നമ്മൾ ബി ജെൻറ്റിൽ വിത്ത് സ്കിന്നാണ്. നമ്മൾ സ്കിന്നിനെ എങ്ങനെ ഒരു ബേബിയെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ, ഒരു വാവയെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ആളെ കണ്ട് ഏത് ഏജ്, പിന്നെ നമ്മുടെ എൻവയൺമെൻറ്റ്, ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഒരാൾക്കൊരു സ്കിൻ കെയർ പറഞ്ഞു കൊടുക്കും. മുഖക്കുരു നിറയുള്ള ഒരാളോട് നമ്മൾ മോയ്സ്ചറൈസർ തേക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പിമ്പിൾ വരുന്നത് നമ്മുടെ സ്കിൻ കൂടുതൽ ഓയിലി ആയതുകൊണ്ട് മോയ്സ്ചറൈസർ എന്താ ചെയ്യുന്നത്? അത് കൂടുതൽ ഓയിലി ആക്കും. ആക്ച്വലി എണ്ണ ഒരു കണ്ടീഷനിങ് ഇഫക്റ്റാണ് നമുക്ക് മുടിക്ക് തരുന്നത്. എണ്ണ മുഖത്ത് തേച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പല തൈലങ്ങൾ പോലെ തേച്ചതുകൊണ്ടോ കുരു അധികമാവുന്നത് ചിലപ്പോൾ അതിനോട് റിയാക്ഷൻസ് ഉണ്ടാകാം. ഇപ്പോഴും ഒരു ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുന്നുള്ളത് മസ്റ്റാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആശ്രം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ അനുരാധയാണ്. നമസ്കാരം. നമസ്കാരം. സ്കിന്നിൽ ഡാമേജ് വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് നോക്കും സ്കിന്നിൽ ഡാമേജ് വരുമ്പോൾ, പിന്നെ ആയിരിക്കും നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് സമീപിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു വ്യക്തി തൻ്റെ സ്കിൻ കെയർ ചെയ്യേണ്ടത്? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. അതിൽ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ ഒരു ഇൻ്റർവ്യൂ ഇത് വാച്ച് ചെയ്യുന്ന എത്ര പേരുണ്ടാവും? ഏതൊക്കെ ഏജിലുള്ളവരുണ്ടാവും അല്ലേ? അതെ. റൈറ്റ് ഫ്രം ഇപ്പോൾ ഒരു ടീനേജ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇസ് അവൈലബിൾ ഫോർ എവ്രി വൺ അല്ലേ? അതെ. അപ്പോൾ ഒരു ടീനേജ് തൊട്ട് മേ ബി അതിലും ചെറിയ കുട്ടികൾ വരെ കാണുന്നുണ്ടാവും. നമ്മൾ കാണാറുണ്ട്. അതെ അതെ, ഇൻസ്റ്റയിലൊക്കെ കാണാറില്ല ചെറിയ കുട്ടികൾ വെച്ച് റീൽ ചെയ്യും. അപ്പോൾ അത് നമ്മൾ ടീനേജ് എന്ന് പറയും. അവരായിരിക്കുമല്ലോ ഇതിനെപ്പറ്റി കൂടുതൽ കൺസേൺഡ് ആയിട്ടുണ്ടാവുക. ടീനേജ് തൊട്ട് ഒരു മിഡിൽ ഏജ്, ഈവൻ എൽഡർലി വരെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്കിൻ കെയർ പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ എല്ലാ ഏജിൽപ്പെട്ടവർക്കും ഒരേപോലൊരു സ്കിൻ കെയർ അല്ലല്ലോ നമ്മൾ പറയാം. അതൊന്ന്. രണ്ട്, ഈ കാണുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് സ്കിന്നായിരിക്കും. ഇപ്പോൾ ചിലർക്കൊരു പിമ്പിൾ പ്രോൺ സ്കിന്നായിരിക്കും, ചിലർക്കൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാം, ചിലർക്കൊരു വളരെ ഡ്രൈ സ്കിന്നായിരിക്കും, ചിലർക്ക് വളരെ ഓയിലി സ്കിന്നായിരിക്കും. ബെസ്റ്റ് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു സേ. കാരണം ഇറ്റ് ഷുഡ് ബി കസ്റ്റമൈസ്ഡ്. ഒരു ടൈലർ മെയ്ഡാണ് ഓരോരുത്തർക്കും വേണ്ട സ്കിൻ കെയർ. അത് ആളെ കണ്ട് ഏത് ഏജ്, പിന്നെ നമ്മുടെ എൻവയൺമെൻറ്റ്, ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഒരാൾക്കൊരു സ്കിൻ കെയർ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ഒന്ന് സ്കിൻ ഹൈജീൻ ആൻഡ് സ്കിൻ ഹെൽത്താണ് നമ്മൾ കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്കിൻ കെയർ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഫാഡായി കഴിഞ്ഞു ഇപ്പോൾ അല്ലേ? അപ്പോൾ സ്കിൻ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അത് ഹൈജീനിക് ആക്കി വെക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് സ്പെഷ്യലി നമ്മളിപ്പം ഭയങ്കര പൊടിയും ഇതൊക്കെയുള്ളൊരു ലൈഫ് സ്റ്റൈലൊക്കെയാണ്, അല്ലെങ്കിൽ വേർത്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതാണെങ്കിൽ അതിന് എസ്പെഷ്യലി വേണ്ടതാണ് ഒരു നല്ല സ്കിൻ ഹൈജീൻ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യുക. ഇപ്പോൾ ഔട്ട്ഡോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, ഈവൻ ഇൻഡോഴ്സിലും ഇപ്പോൾ സൺസ്ക്രീൻ നമ്മൾ തേക്കുക എന്നുള്ളത് അത്. പക്ഷേ ഇതിൽ ഏത് പ്രോഡക്റ്റ് ആര് ഉപയോഗിക്കണം എന്നുള്ളവരൊക്കെ വളരെ ഈച്ച് പേഴ്സൺ ഷുഡ് ബി കസ്റ്റം മെയ്ഡായിട്ട് തന്നെ നമ്മൾ ഓരോരുത്തർക്കും പറയേണ്ടതാണ്. സോ ജനറൽ ആയിട്ടൊരു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ മേ ബി അത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ ദിസ് ഇസ് വാട്ട് മെയിൻലി ഐ വുഡ് ആസ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് സ്കിൻ ഹൈജീൻ. പിന്നെ ഇപ്പോൾ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് മോയ്സ്ചറൈസർ തേക്കാം. അതേസമയം ഒരു ഭയങ്കര പിമ്പിൾ പ്രോൺ സ്കിൻ, മുഖക്കുരു നിറയുള്ള ഒരാളോട് നമ്മൾ മോയ്സ്ചറൈസർ തേക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പിമ്പിൾ വരുന്നത് നമ്മുടെ സ്കിൻ കൂടുതൽ ഓയിലി ആയതുകൊണ്ട് മോയ്സ്ചറൈസർ എന്താ ചെയ്യുന്നത്? അത് കൂടുതൽ ഓയിലി ആക്കും. അപ്പോൾ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? അപ്പോൾ ഒരാൾക്ക് ഒരു ഡ്രൈ സ്കിന്നിൽ ഒരാൾക്ക് മോയ്സ്ചറൈസർ തേക്കാൻ പറയും, മറ്റേ ആളോട് തേക്കേണ്ടെന്ന് പറയും. കാരണം ദാറ്റ് വിൽ ആക്ച്വലി വേഴ്സൺ ഹിസ് ഓർ ഹർ പ്രോബ്ലം. അപ്പോൾ ഇതാണ് സ്കിൻ കെയർ എന്ന് ചോദിച്ചാൽ വളരെ വേഗമായിട്ടുള്ളൊരു ഉത്തരവായിരിക്കും. ബട്ട് ദിസ് ഇസ് വാട്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന് തിരിച്ചറിയുക? അത് ഭയങ്കര ചിലപ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കുമല്ലോ ചില കാര്യങ്ങൾ നമ്മളെ കാണുമ്പോൾ. അപ്പം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ വേണ്ടി? ഈ സ്കിൻ ടൈപ്പും ഈ പറയുന്ന പോലെ നമുക്ക് വേരി ചെയ്തുകൊണ്ടേയിരിക്കും ഏജിൽ. എല്ലാവർക്കും എല്ലാം ഇപ്പം എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ സ്കിൻ ആയിരിക്കില്ല. അല്ല, ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പോൾ നമ്മൾ ടീനേജ് പ്രായത്തിലൊക്കെ ആണെങ്കിൽ മേ ബി ഒരു 30-35 ഇയേഴ്സ് വരെ നമുക്ക് കൂടുതൽ സീബം എന്ന് പറയും, നമുക്ക് ഓയിലി സെക്രീഷൻ, സ്പെഷ്യലി നമ്മുടെ ഫേസ്, സ്കാൽപ്പ്, ആ ഏരിയാസിൽ കൂടുതൽ ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് വളരെ ആക്റ്റീവായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഓയിൽ സെക്രീഷൻ ഫേസിലുണ്ടാവും. ഒരു ഏജ് കഴിയുമ്പോൾ 35 ഒക്കെ കഴിയുമ്പോൾ പതുക്കെ ഈ സെക്രീഷൻസ് ഗ്ലാൻസ് പതുക്കെ ആക്ടിവിറ്റി കുറഞ്ഞു വരും.
അപ്പോൾ ഈ സീബം സെക്രീഷൻ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് പണ്ട് ഓയിലി ആയിരുന്ന ഒരു സ്കിൻ ഒരു ഏജ് കഴിയുമ്പോൾ പതുക്കെ അത് ഡ്രൈ ആവാൻ തുടങ്ങും. പിന്നെ നമ്മളുടെ മുഖത്തുള്ള അതേ സ്കിന്നായിരിക്കില്ല നമ്മുടെ, ഇപ്പോൾ മുഖത്ത് തന്നെ സോൺസ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള, ഇപ്പോൾ മുഖത്ത് ചിലർക്ക് വളരെ ഓയിലി ആണെങ്കിലും ചിലപ്പോൾ കൈയും കാലും ഒക്കെ ഭയങ്കര ഡ്രൈ ആവുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ആൻഡ് ഏജ് മാറും തോറും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരാൾ നമ്മൾ മോയ്സ്ചറൈസർ തേച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓയിൽ സ്കിൻ ഉള്ളവർ തേച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ഓയിലി ആവും. നമ്മുടെ നാച്ചുറൽ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാലും നമുക്കത് മാറിക്കൊണ്ടേയിരിക്കും ഓരോ ഏജ് കഴിയുമ്പോഴും. ജനറലി നമുക്കൊരു നോർമൽ സ്കിന്നുണ്ട്, കുറച്ചും കൂടി ഒരു ഓയിലി ആയിട്ടുള്ളതും ഒരു ഡ്രൈ സ്കിന്നും, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് പറയാം. എങ്കിലും നമ്മൾ എപ്പോഴും അതേ ഇതിൽ തന്നെ നിൽക്കണം എന്ന് യാതൊരു നിർബന്ധവും. അപ്പോൾ ചേഞ്ച് ചെയ്യും. നമ്മളിപ്പോൾ ഒരിക്കൽ ഡോക്ടറെ കണ്ടിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമല്ലോ. ഇപ്പോൾ ഞാൻ ഒരു ഡോക്ടറെ കണ്ടൊരു സൺസ്ക്രീനോ വാങ്ങി, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് അത് റിപ്പീറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ വൺസ് ഒന്ന് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സ്കിന്ന് മാറുന്നതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റും മാറ്റേണ്ടതുണ്ട്. ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല. ഫോർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് മേ ബി ഇറ്റ് ഈസ് ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് തുടങ്ങി, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കിപ്പോൾ എന്തെങ്കിലും ഹോർമോണൽ പ്രോബ്ലംസ് വന്നു, മേ ബി യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ആക്നെ. ഓക്കെ, അപ്പോൾ അതേ ഇപ്പോൾ സൺസ്ക്രീനിൻ്റെ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ യൂഷ്വലി ഓയിലി സ്കിന്നുള്ളവരോട് ജെൽ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പാണ് യൂഷ്വലി പറയാറ്. കുറച്ചും കൂടെ ക്രീം അല്ലെങ്കിൽ ഓയിലി ബേസ്ഡ് ആയിട്ടുള്ളത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്. അപ്പോൾ സപ്പോസ് യു ഹാഡ് ഒരു നോർമലി പോയിക്കൊണ്ടിരിക്കുന്ന സ്കിന്നായിരുന്നു, അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു ക്രീം ബേസ്ഡ് അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട്, സോ ദാറ്റ് മോയ്സ്ചറൈസർ കൂടി കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് സഡൻലി യു ഡെവലപ്പ്, ഫോർ എക്സാമ്പിൾ യു ഡെവലപ്പ് ഒരു ഹോർമോണൽ പ്രോബ്ലം. ഇപ്പോൾ PCO അതൊക്കെ വളരെ കോമൺ ആണ്, എസ്പെഷ്യലി യങ് ഗേൾസിൽ. അപ്പോൾ അത് വരുമ്പോൾ പിമ്പിൾസ് വരുന്നു. യു കാൺ ബി യൂസിങ് ദ സെയിം പ്രോഡക്റ്റ്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ബോഡി. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, വേർ യു ലിവ്. ഇപ്പോൾ നമ്മൾ കൺട്രീസ് മാറുമ്പോൾ ചിലരിപ്പോൾ ഇവിടെ ഇതേ ക്ലൈമറ്റ് ആയിരിക്കില്ല. വി ഹാവ് എ വെരി ഹ്യൂമിഡ് ക്ലൈമറ്റ് ഹിയർ അല്ലേ. അപ്പോൾ ഇതേപോലെ ആയിരിക്കില്ല ഇഫ് യു ഗോ അബ്രോഡ്. ഇപ്പോൾ ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ അതേ പ്രോഡക്റ്റ്സ് അവർക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒന്ന് തന്നെയാണ്, ആള് മാറിയിട്ടില്ല, പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരേ ഇത് സ്റ്റാറ്റിക് ആയിട്ട് ഇത് തന്നെ കൊണ്ടുപോയി. ഇഫ് യു ഓക്കെ, ഇഫ് യു കംഫർട്ടബിൾ, ഗോ അറ്റ്. ബട്ട് ഇഫ് യു ഫീൽ ദാറ്റ് ഇത് സൂട്ട് ആവുന്നില്ല, then you will have to change. അതുപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കാണുന്നതാണ്, ഐസ് ക്യൂബ് ഒരു പാത്രത്തിലിട്ടിട്ട് മുഖം മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ മുഖം ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യും എന്ന് പറയുന്നൊരു കാര്യം. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല. ഐ മീൻ, ഇത് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ എന്തെങ്കിലും ഗുണം വരുന്നുണ്ടോ ദോഷമുണ്ടോ എന്നുള്ള, നമ്മളെങ്ങനെയാണ് ഒരു സാധനം നല്ലതാണോ, സ്പെഷ്യലി ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ, ഇപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിന് പിന്നിലൊരു സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടായിരിക്കണം അല്ലേ. എവിഡൻസ് എന്ന് പറഞ്ഞാൽ, സയൻറ്റിഫിക് എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ ഇതിൽ പഠിച്ച് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഒരു റിസർച്ച് എന്ന് അതിന് പറയും. അതിൻ്റെ ബേസ്ഡ് ആയിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ പബ്ലിക്കിനോട് കാര്യങ്ങൾ പറയേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എവിഡൻസ് ഇല്ലാത്തിടത്തോളം കാലം ഇത് നോ കമൻസ് ആയിരിക്കും. അതായത് ഗുണമുണ്ടോ ദോഷമാണോ എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ. ചില പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് അലർജി ആകുമല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത്? ഓക്കെ, അലർജി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരേ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നു. ഇപ്പം ക്രിസ്റ്റീനയ്ക്ക് അത് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല, പക്ഷേ എനിക്ക് ചിലപ്പോൾ അത് അലർജി വരാം. അപ്പോൾ സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു അൺഇൻറ്റൻറ്റഡ്, അതായത് നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല ആ ഒരു ഇഫക്റ്റ് വരാൻ, അൺഡിസയർഡ്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഇതാണ് ബേസിക്കലി സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇഫക്റ്റും സൈഡ് ഇഫക്റ്റും, നമുക്ക് ഇഫക്റ്റിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഡിസയർ ചെയ്യുന്ന, അതാണ് ആ ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എപ്പോഴും എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റും വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് അൺഡിസൈഡ് ആൻഡ് അൺഇൻറ്റൻറ്റഡ്. പക്ഷേ അലർജി ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ആണ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരാൾക്ക് ഉപയോഗിക്കുമ്പോൾ വരണമെന്നില്ല, മറ്റേ ആൾക്ക് വരാം. അപ്പോൾ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രാവശ്യം നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്കതിനോട് അലർജി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ
പ്രോഡക്റ്റ്. അതിലേതാണോ കണ്ടൻറ്റ്, ചിലപ്പോൾ നമുക്കത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാൻ. എങ്കിലും നമ്മളത് കഴിയുന്നത് ഏത് ഉപയോഗിച്ചപ്പോഴാണ് ആ ടൈം ഇത് വെച്ചിട്ട് നമ്മളത് മനസ്സിലാക്കി അത് പിന്നീട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു പ്രാവശ്യം നമുക്ക് അലർജി ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് ഉപയോഗിക്കുമ്പോഴും ഇതേ പ്രശ്നം തന്നെ വരും. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. അപ്പം ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കട്ടെ. അതായത് എൻ്റെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് അവർക്ക് യൂസ്ഫുൾ ആയാൽ അത് എനിക്ക് യൂസ്ഫുൾ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എക്സാക്ട്ലി അവര് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതെ, ഓക്കെ. ചിലപ്പോൾ നമ്മളെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ വരുന്ന സമയത്ത് ചില സെറംസ് ഒക്കെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്, ഇത് എനിക്കും വർക്കായി എന്ന് ട്രൈ ചെയ്യുന്നു. അപ്പം കണ്ടിട്ടുണ്ട് റൂമിലുള്ള കുട്ടികൾക്കൊക്കെ അത് അലർജി അല്ലെങ്കിൽ കൂടുതൽ പിമ്പിൾസ് വരുന്നത്. അപ്പം അതാണ് ഇതിന്റെ ഒരു സയന്റിഫിക് സാധനം. ഈച്ച് പേഴ്സൺസ് മേക്ക് ഇസ് ഡിഫറെന്റ് അല്ലേ. നമ്മൾക്ക് എല്ലാവർക്കും 2 കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഉണ്ട്, പക്ഷേ ടോട്ടലി നമ്മൾ ഒരേപോലെ അല്ലല്ലോ ഇരിക്കുന്നത്. സോ വി കാൺ ബി യൂസിങ് ദ സെയിം. ഒരാൾക്ക് ചിലപ്പോൾ സൂട്ടായെന്നിരിക്കാം. ഐ വോണ്ട് സേ ദാറ്റ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ചിലപ്പോൾ. പക്ഷെ ചിലപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു യൂസ് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരണമെന്നില്ല. അതുപോലെ സ്കിന്നും ഹെയറും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കാരണം താരനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ താരൻ ഡാൻഡ്രഫ് പൊഴിഞ്ഞു വീഴുമ്പോൾ ചിലർക്ക് സ്കിന്നിൽ അലർജി ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സ്കിന്നിൽ അത് അലർജി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ താരനെ പൊതുവെ മെഡിക്കൽ ടേംസിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സീബം സെക്രീഷൻ, ഓയിലി സെക്രീഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, സ്കാൽപ്പ്, ഫേസ്, പിന്നെ ചില മടക്ക് ഭാഗങ്ങൾ, നമ്മുടെ ആംപിറ്റ്സ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. പിന്നെ ഹെയറി ഏരിയാസ്, മോസ്റ്റ്ലി ഇപ്പം പുരുഷന്മാരിലാണെങ്കിൽ ചെസ്റ്റ്, ബിയേർഡ്, ആ ഏരിയാസിലാണ് ഈ ഗ്ലാൻഡ്സ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയാസിൽ സീബം സെക്രീഷൻ കൂടുന്നത് കൊണ്ട് നമുക്ക് ഫംഗസ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ബേസിക് ഒരു താരൻ എന്ന് പറയുന്ന ഒരു ബേസിക് കാര്യം അതാണ്. ഇത് ഉണ്ടാവുമ്പോൾ സ്കിന്നൊന്ന് ഇൻഫ്ലെയിംഡ് ആകുന്നു. അതാണ് നമ്മൾ ഈ കാണുന്ന താരനായിട്ട് തലയിലും. ചിലത് പൊടി പൊടി പോലെ ആയിരിക്കും, ചിലത് നല്ല ഗ്രീസി ആയിട്ടുള്ളതായിരിക്കും. പിന്നെ സ്കിന്നിലേക്ക് വരുമ്പം ഇതിൻ്റെ തന്നെ നമുക്കൊരു ചിലർക്ക് ഇപ്പോൾ പറയാം ഈ നെറ്റിയിലൊക്കെ നിറയെ കുരു പോലെ വരുന്നു താരൻ അധികമായി കഴിഞ്ഞാൽ, ബാക്കിൽ ആക്നെ പോലെ വരുന്നു. ഇതെല്ലാം താരൻ അധികമാകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഇതാണ്. പിന്നെ വേറെ ഒന്ന് വരാവുന്നത് നമ്മുടെ ഈ ചെവിയുടെ ബാക്ക് ഏരിയ, മൂക്കിൻ്റെ 2 സൈഡ്, പുരികം, ഈ ചിൻ ഏരിയ, ഇവിടെയൊക്കെ ഒരു റെഡ്നെസ്സും ഒരു സ്കെയിലിങ്ങും പോലെ, ഒരു പൗഡറി ഇതുപോലെ, ചിലപ്പോൾ ഒരു പൊറ്റ പിടിക്കുന്നത് പോലെ ഉണ്ടാകാം. അപ്പോൾ ഇതാണ് താരൻ തലയിലാണെങ്കിലും നമുക്ക് ഈ ഏരിയാസിലും വരാവുന്ന ഒരു നമുക്ക് കാണാവുന്ന ഒരു റാഷസ് പോലെയുള്ളത് ഇതാണ്. പിന്നെ കുരുക്കൾ പോലെ, ആക്നെ പോലത്തെ കുരുക്കൾ, അത് ആക്ച്വലി താരൻ അധികമാകുമ്പം സ്പെഷ്യലി നമുക്കതിൻ്റെ ആ ഏരിയ മോസ്റ്റ്ലി ഫോർഹെഡ് ആൻഡ് ബാക്കിലാണ്, അത് മിഡ് ബാക്കിൽ നിറയെ വരാറുണ്ട്. അതുപോലെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് തലയിൽ എണ്ണ തേച്ച് കുളിക്കരുത്, എല്ലാ ദിവസവും തല കഴുകരുത് എന്ന് പറയുന്നതൊക്കെ. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഓക്കെ, അത് നമ്മുടെ ട്രഡീഷണലി നമ്മൾ മലയാളികളാണ്, നമ്മൾക്ക് എണ്ണ തേച്ച് കുളി വലിയ പ്രാധാന്യമുള്ള, നമ്മളെയൊക്കെ വീട്ടിൽ പണ്ടേ അമ്മമാരൊക്കെ എണ്ണ തേച്ചില്ലെങ്കിൽ ആക്ച്വലി എണ്ണ ഒരു കണ്ടീഷനിങ് ഇഫക്റ്റാണ് നമുക്ക് മുടിക്ക് തരുന്നത്. അതായത് ഇപ്പം നമ്മൾ ദേഹത്ത് മോയ്സ്ചറൈസർ തേക്കുന്നത് പോലെ തലയിൽ ഒരു കണ്ടീഷനിങ് ഇഫക്റ്റാണ്, അതായത് ഫ്രിസി ആവാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പലപ്പോഴും ഇപ്പോൾ മലയാളികളുടെ ഹാബിറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മളിത് ഈ എണ്ണയുടെ ഉപയോഗം ശരിക്കാണോ ഉപയോഗിക്കുന്നതെന്നുള്ളത് അറിയില്ല. പലരും ഈ തലയിൽ തേക്കുന്നതിനോടൊപ്പം തന്നെ മുഖത്തും തേക്കാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ മുഖത്ത് നമുക്ക് ഓയിൽ ആക്നെ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓയിൽ ആക്നെ യൂഷ്വലി നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു മുഖത്ത് നമുക്ക് ഓൾറെഡി സീബം സെക്രീഷൻ കൂടുതലാണ്, ഓയിൽ ഗ്ലാൻസ് കൂടുതലാണ്. അതിൻ്റെ മുകളിൽ കൂടെ ഈ എണ്ണ തേക്കുമ്പോൾ പലപ്പോഴും പിമ്പിൾസ് അധികമായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് സ്പെഷ്യലി ഒരു ടീനേജ് ആൻഡ് മിഡിൽ ഏജ് ആ ഒരു ഇതിലുള്ളവർക്ക്, അല്ലാത്തവർക്കും വരാം. പക്ഷേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എണ്ണ തേച്ച് കുളി നല്ലതാണോ അല്ലയെന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ഹാം ഇൻ ദാറ്റ്. പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ചെയ്യുക എന്നുള്ള ബേസിക്കലി അതൊരു കണ്ടീഷനിങ് ഇഫക്റ്റാണ് കൊടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവർക്ക് ചിലർക്ക് എണ്ണ തേച്ച മുടി ഇഷ്ടമല്ല, ചിലർക്ക് എണ്ണ തേക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ അതിൻ്റെ പിന്നെ ഒരുപാട് എണ്ണ തേച്ച് സ്കാൽപ്പിലും ഈ നിറയെ എണ്ണ തേച്ച് വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്കാൽപ്പ് ഫോളിക്കിൾസ്, അതായത് രോമകൂപങ്ങളുണ്ടല്ലോ മുടികളുടെ അറ്റത്ത്, അവിടെ ഫോളിക്കുലൈറ്റിസ് എന്ന് പറയും, അതിന് ചുറ്റും ഒരു ഇൻഫ്ലമേഷൻ വന്ന് കുരു പോലെ വരാനുള്ളൊരു സാധ്യത. ഈ ആക്നെ പോലെ തന്നെ സ്കാൽപ്പിലും വരാം. അത് ഒരുപാട് എണ്ണ ചെല്ലുമ്പം അതിനെ ഒന്ന് ഇൻഫ്ലെയിംഡ് ആക്കും. അപ്പോൾ എല്ലാം ഒരു മോഡറേറ്റ് എമൗണ്ടിൽ കുഴപ്പമില്ല.
ഓവറായി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഓവറായിട്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കട്ടെ, അപ്പോൾ തലയിൽ കുരുക്കൾ വരുന്നത് താരൻ അധികമാവുന്നത് കൊണ്ടാണോ, അതോ നമ്മൾ ഈ വെക്കുന്ന അല്ലെങ്കിൽ തലയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂടുതലാവുന്നതിൻ്റെ ഭാഗമാണോ? തലയിൽ കുരുക്കൾ വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന്, നമുക്ക് ഈ ആക്നെ വരുന്ന പോലെ തന്നെ സ്കാൽപ്പിലൊരു ഫോളിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ട്, സ്കാൽപ്പ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്. അതിപ്പോൾ നമ്മുടെ ശീലം കൊണ്ട് വേണമെന്നില്ല, അത് വരാൻ പ്രോണായിട്ടുള്ള ആൾക്കാർക്ക് വരാം. 2, പിന്നെ നമ്മൾ കാണാറുള്ളത് ഈ എണ്ണ ഒരുപാട് തലയിൽ എണ്ണ വെച്ചിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചിലർക്കിത് വരാറുണ്ട്. താരൻ വരുമ്പോഴും ചിലർക്ക് വരാറുണ്ട്, ഒരു സെബോറിക് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയും, അതും വരാറുണ്ട്. അപ്പോൾ ഇത് 3ഉം പല കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ എപ്പോഴും നമുക്ക് ശീലം കൊണ്ടാവണമെന്ന് തന്നെ നിർബന്ധമില്ല, അല്ലാതെയും വരാം. ഇപ്പം മുഖക്കുരു എപ്പോഴും നമുക്ക് ശീലം കൊണ്ടാവണം എന്നില്ലല്ലോ, അതുപോലെ തന്നെ. സ്റ്റൊമക്കും മുഖക്കുരുവും തമ്മിൽ എന്താണ് ബന്ധം? ഗട്ട് ആൻഡ് ആക്നെ അല്ലേ. ഇപ്പം നമ്മൾ ഗട്ട് എന്ന് പറയുമ്പോൾ ഫുഡ് ഹാബിറ്റ്സും കൂടി അതിനകത്ത് ഉൾപ്പെടുത്താമല്ലോ. പല പഠനങ്ങളും പറഞ്ഞിരിപ്പം മോസ്റ്റ്ലി ഞാൻ ഈ സയൻറ്റിഫിക് എവിഡൻസിൻ്റെ ഇതിൽ പറയണം, നമുക്ക് ഇന്ന ഒരു ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രം മുഖക്കുരു, അതെ, അപ്പോൾ നമ്മളിപ്പോൾ ചോക്ലേറ്റ്, ഐസ്ക്രീം ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുഖക്കുരു വരുന്നു എന്ന് പറയുന്നതിൽ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല. പക്ഷേ വി ഹാവ് ടു ഫോളോ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തി ഡയറ്റ്. കാരണം നമ്മളൊരു അൺഹെൽത്തി ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിലേക്ക് പോകും തോറും നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആക്നെ കൂടാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു കാര്യം കഴിച്ചതുകൊണ്ട് മാത്രം നമുക്ക് മുഖക്കുരു വരും എന്ന് പറയുന്നതിൽ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല. അതുപോലെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ചില പ്രൊഡക്ട്സുകൾ അവരുടെ ഫോളോവേഴ്സിന് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെൻ്റ് ആകും. അപ്പം ഇത് കണ്ട് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ ഇതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അപ്പം ഇത്തരം രീതികളിലേക്ക് കുട്ടികൾ വീഴാതിരിക്കേണ്ടത് കൂടിയില്ലേ? ഷുവർ. ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, സോഷ്യൽ മീഡിയ ഇസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം. അത് നമുക്ക് പല നല്ല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. പലപ്പോഴും സംഭവിക്കുന്നത് പെയ്ഡ് പ്രൊമോഷൻസ് ആണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് ഒരു പ്രധാന ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻഫർമേഷൻ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുമ്പോൾ ഇത് പറയുന്ന ആൾ അതിൻ്റെ ക്രെഡിബിലിറ്റി, ആ ആളുടെ ക്രെഡിബിലിറ്റി, പറയുന്ന ഇൻഫർമേഷൻ്റെ ക്രെഡിബിലിറ്റി, ഇത് ഫിൽട്ടർ ചെയ്ത് ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു ലേമാന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒരു കാര്യം. അപ്പോൾ ഈ ഇൻഫർമേഷൻ പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റി, ഈ ഇൻഫർമേഷൻ്റെ ക്രെഡിബിലിറ്റി, ഇതെല്ലാം നമ്മൾ ഒന്ന് ആലോചിച്ച് ബ്ലൈൻഡ്ലി നമ്മളൊരു സോഷ്യൽ മീഡിയ കിട്ടുന്ന ഇൻഫർമേഷൻ ഫോളോ ചെയ്യരുതെന്ന് പറയും. പിന്നെ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്കാണ് ഇത് പറയുന്നത്. എല്ലാവർക്കും ഒരേ പ്രോഡക്റ്റ് സൂട്ടാകില്ല, ദാറ്റ്സ് എ ഫാക്ട്. അതെല്ലാവരും മനസ്സിലാക്കി വെക്കും. അതൊക്കെ നമ്മുടെ കോമൺ സെൻസ് ആണ്, അത് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇറ്റ്സ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രേ ഇതിനകത്ത് പറയാനുള്ളൂ. ബിക്കോസ് ചിലർക്ക് കേൾക്കാം, ചിലർക്ക് കേൾക്കാതിരിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി ഒരു സ്കിൻ ഹെൽത്ത് ഇഷ്യൂസ്, ഐ മീൻ സ്കിൻ കെയറിനേക്കാളുപരി ഞാൻ സ്കിൻ ഹെൽത്ത് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കും. ആൻഡ് സ്കിൻ എയിൽമെൻറ്റ്സ്, അത് സ്കിന്നിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ് ഹൂസ് ക്വാളിഫൈഡ് ഇനഫ് ടു ട്രീറ്റ് യു. അതാണ്. അപ്പോൾ നമുക്ക് ഇറ്റ്സ് യുവർ സ്കിൻ, യു കനോട്ട് ടേക്ക് എ റിസ്ക്. അപ്പോൾ അറ്റ് യുവർ ഓൺ റിസ്ക് എന്നുള്ളത് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതുപോലെ മറ്റൊരു കാര്യമാണ്, മലയാളികൾ അവരുടെ സ്കിൻ കെയർ ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാകാറുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് നമുക്കെന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു എണ്ണ, നമ്മൾ വെളിച്ചെണ്ണയുടെ ആൾക്കാരാണ്, എണ്ണ മുഖത്ത് തേക്കുന്നത്. അതുപോലെ തന്നെ ചില ഈ തൈലങ്ങൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ അങ്ങനെയുള്ള കുറച്ച് തൈലങ്ങൾ, അതൊക്കെ ആയുർവേദ ഇസ് എ ഗ്രേറ്റ് സയൻസ്. ഞാൻ അതിനെ ഒന്നും ഡിഫൈ ചെയ്ത് സംസാരിക്കുകയല്ല. പക്ഷേ ഞങ്ങൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്ന ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിൽ, ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ എണ്ണ മുഖത്ത് തേച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പല തൈലങ്ങൾ പോലെ തേച്ചതുകൊണ്ടോ കുരു അധികമാവുന്നത്, ചിലപ്പോൾ അതിനോട് റിയാക്ഷൻസ് ഉണ്ടാകാം. അതൊന്ന്. പിന്നെ തേച്ചൊരച്ചുള്ള കുളി, നമുക്ക് പണ്ടൊക്കെ ചകിരി, ഇഞ്ച ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതായിരുന്നു. ഇപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ലൂഫാസ് ഇത് കിട്ടും. അപ്പം ഇത് വെച്ച് നല്ല കുളി ഒരു ആഘോഷമാക്കി മാറ്റുന്ന രീതിയിലാണ് അല്ലേ? അപ്പോൾ ഇതിന് ആക്ച്വലി നമ്മൾ ബി ജെൻറ്റിൽ വിത്ത് സ്കിന്നാണ്. നമ്മൾ സ്കിന്നിനെ എങ്ങനെ ഒരു ബേബിയെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ,
ഒരു വാവയെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സാധനങ്ങൾ വെച്ച് ഉരയ്ക്കുമ്പോൾ ആക്ച്വലി യു ആർ ക്രിയേറ്റിംഗ് ഡാമേജ് ടു യുവർ സ്കിൻ. ഒരിക്കലും സ്ക്രബിങ് ഒരു നല്ല ശീലമല്ല. നമ്മൾ പലപ്പോഴും കാണുന്നത് സ്ക്രബ് ചെയ്തിട്ട് വരുന്ന സ്കിന്നിന് ഒരു പിഗ്മെൻറ്റേഷൻ, അതിന് നമ്മുടെ മെഡിക്കൽ ടേമിൽ ക്യൂട്ടേനിയസ് അമൈലോയിഡോസിസ് എന്ന് പറയും. ഒരു തരം പ്രോട്ടീൻ ഡെപ്പോസിറ്റ്സ് വന്നിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പിഗ്മെൻറ്റേഷൻ, ഒരു കറുപ്പ് കളറ് വരാനുള്ള സാധ്യത. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു ഏരിയ ഫ്രിക്ഷൻ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഒരു ഏരിയ ചൊറിഞ്ഞുകൊണ്ടിരുന്ന അവിടെ നിറവ്യത്യാസവും ഒരു തടിപ്പും വരും. ഇത് തന്നെ സ്ഥിരമായിട്ട് ഉരച്ചാൽ എന്ത് പറ്റും? ചിലർക്കത് തേച്ചുരച്ചാലേ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി. നമ്മളിപ്പം അങ്ങനത്തെ ഒരു ഇതിലല്ല നമ്മൾ ജീവിക്കുന്നതും. അതുകൊണ്ട് ഈ ഒരു ഹാബിറ്റ് നമ്മൾ പലപ്പോഴും ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെയുള്ളത് മഞ്ഞൾ. അത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ പ്യുവറായിട്ടുള്ള മഞ്ഞളിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകില്ലായിരിക്കാം. പലപ്പോഴും ഉണ്ടാകുന്നത് ഈ മേടിച്ചിട്ടുള്ള പൊടികളും അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ പല കലർപ്പുകളും ഉണ്ടാകാതിരിക്കാം. അപ്പോൾ അതിനോട് റിയാക്ഷൻ നമ്മൾ പിന്നെ ഇതെന്ന് വെച്ചാൽ മഞ്ഞളും ഈ തേക്കുന്ന പലരും ഇത് തേച്ച് പിന്നെ അടുത്ത സീറം തേക്കുന്നു, വേറെ പിന്നെ ഒരു റെറ്റിനോൾ തേക്കുന്നു. ഇതെല്ലാം കൂടി ഇൻട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും മഞ്ഞൾ ഇസ് എ വെരി ഗുഡ് ആൻറ്റി ഓക്സിഡൻറ്റ് ഇതൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ദ റോങ് പ്ലേസ് ചിലപ്പം അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് തെറ്റാണെന്നല്ല, പക്ഷേ ദിസ് ക്യാൻ ഹാപ്പൻ. ഞങ്ങൾ ഒരുപാട് കാണാറുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്നതാണ് ഈ രക്തചന്ദനവും കസ്തൂരി മഞ്ഞളും മിക്സ് ചെയ്തിട്ട്. ഇപ്പം എവിടെയാണ് ഈ ശരിക്കുള്ള നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സിൽ നമുക്ക് ശരിക്കും ഉള്ളതാണോ, അത് ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു സാധനമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗമില്ല ഇപ്പോൾ. അപ്പോൾ ഇത് പിന്നെയുള്ളത് ചെറുപയർ പൊടി. ചെറുപയർ പൊടി ഇറ്റ് ഇസ് ആക്ച്വലി അത് പൊടിയാണല്ലോ. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഡസ്റ്റ് അലർജി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പൊതുവേ നമ്മൾ പറയും ഇങ്ങനെയുള്ള പിന്നെ എക്സീമാസ് ഒക്കെ ഉള്ളവർ, അതായത് അവർക്ക് ഡസ്റ്റ് ആൻഡ് ഡസ്റ്റ് റിലേറ്റഡ് സാധനങ്ങളോട് പൊതുവേ അലർജി ആയിരിക്കും. ഇതർ അത് ഇൻഹെയിൽ ചെയ്യാതെ സ്കിന്നിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്, ചൊറിച്ചിലും ചില റാഷസും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർ ഡെഫിനറ്റ്ലി അതൊരു നല്ല ഹാബിറ്റല്ല. പിന്നെ അവിടെയും ഈ പറയുന്നത് ഇട്ട് ഉരയ്ക്കുന്ന ഒരു ഹാബിറ്റാണ്. അപ്പോൾ ഈ ബി ജെൻറ്റിൽ വിത്ത് യുവർ സ്കിൻ എന്നുള്ളത് അവിടെ പാലിക്കുന്നേ ഇല്ല. ഉരയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഡാമേജ് നമ്മുടെ സ്കിന്നിൽ വരികയാണ്. അപ്പോൾ പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്തും കലർപ്പുണ്ടാകാം. നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതായിരിക്കില്ല, പലരും അതിനുവേണ്ടി മേടിക്കുന്നതായിരിക്കും. അതിലെന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. പിന്നെ നനഞ്ഞ മുടി നമുക്ക് മലയാളീസ്, ഇപ്പോൾ പുറത്തുള്ളവർക്കറിയാം, നമ്മൾ മലയാളീസ് കുളി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇറ്റ്സ് എ ഗുഡ് തിങ്. നമ്മുടെ ഹൈജീൻ നമ്മൾ വളരെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ നനഞ്ഞ മുടി പലപ്പോഴും സ്കൂളിൽ കുട്ടികളിൽ നനഞ്ഞ മുടി പിന്നിയിട്ട് ചെന്ന് അങ്ങനെ കുളിക്കുന്നതുകൊണ്ടല്ല, ഇപ്പോൾ രാവിലെ അതിന് സമയമില്ല, ഉണങ്ങാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് കുളിക്കുക. മുടി പിന്നെ ഇടണം എന്നുണ്ടെങ്കിൽ രാവിലെ അത് അവോയ്ഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഉണങ്ങാനുള്ള സമയം വേണം. അതുപോലെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ കുളിക്കാൻ വേണ്ടി അധിക സമയം എടുക്കുമ്പോൾ സോപ്പും വെള്ളവും നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നതെന്ന്. അതും സത്യമായിട്ടുള്ള സോപ്പ് ഡെഫിനറ്റ്ലി യെസ്. നമ്മൾ അത് ഒരു മോസ്റ്റ് ഓഫ് ദ സോപ്പ് നമുക്ക് അറിയാം അതൊരു ഡ്രൈയിങ് ഇഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഈ കുറേ നേരം ലാദർ ചെയ്തിട്ടിരിക്കുമ്പം അത് ആക്ച്വലി ഇറ്റ്സ് ഡാമേജിങ് യുവർ സ്കിൻ. നമ്മൾ ഐഡിയലി മാക്സിമം 7 to 10 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ കുളി കഴിയണം എന്നാണ്. ഒരു 7 to 10 മിനിറ്റ്സ് എടുക്കാം, ഡിപ്പെൻസ്. അതിൽ കൂടുതൽ ആക്ച്വലി അനാവശ്യമാണ്. സോപ്പ് ഡെഫിനറ്റ്ലി ഓവർ യൂസ് ചെയ്യുന്നത് ബിഗ് നോ. ഇതിനോടനുബന്ധിച്ച് 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒന്ന്, ഒരു സോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? രണ്ടാമത്തെ കാര്യം, ഒരു ദിവസം 2 നേരം കുളിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ അപ്പോൾ ഡാമേജ് ആക്കുമോ? സോപ്പ് ഉപയോഗിച്ചുള്ള കുളി. സോപ്പിൻ്റെ കാര്യത്തിൽ കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സോപ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റുന്ന സോപ്പായിരിക്കില്ല വേറൊരാൾക്ക് പറ്റുന്നത്. പക്ഷെ പൊതുവേ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസിങ് ഇതുള്ള സോപ്പ് ഉപയോഗിക്കണം. കാരണം ആക്ച്വലി ഇറ്റ് ഇസ് എ ഡ്രൈയിങ് തിങ് ഇത്. അപ്പോൾ കുറച്ചൊരു മോയ്സ്ചറൈസിങ് ഇതിലേക്ക്, ഇപ്പോൾ അതിൻ്റെ ഈ ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് ഓവർ യൂസ് ചെയ്യാതിരിക്കുക. ഒരു പെർട്ടിക്കുലർ സോപ്പ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് പറഞ്ഞ പോലെ ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ കഴിയുന്നത് ഓവർ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. പിന്നെ മോയ്സ്ചറൈസിങ് സോപ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ആ ഡ്രൈയിങ് ഇഫക്റ്റ് കുറയ്ക്കാനായിട്ട്.
പിന്നെ ഫ്രേഗ്രൻസ് കഴിയുന്നതും ഫ്രേഗ്രൻസ് ഫ്രീയിലേക്ക് കാരണം ഫ്രേഗ്രൻസ് പലർക്കും പല രീതിയിലുള്ള അലർജീസും ഉണ്ടാക്കാനുള്ള നമുക്ക് പൊതുവേ ഈ അലർജി ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒന്ന് ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ അത് എന്തിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ലിപ് ബാമിലാണെങ്കിലും ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിലാണെങ്കിലും ഒക്കെ ഫ്രേഗ്രൻസ് ഫ്രീയിലേക്ക് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അത്ര സുഖം തോന്നില്ല, ബട്ട് ദാറ്റ് ഈസ് ദ ഫാക്ട്. രണ്ടാമത്തത് 2 നേരം കുളിക്കുന്നത്. ഐ വുഡ് സേ യെസ് ടു ദിസ്. കാരണം നമ്മളിവിടെ വളരെ ഹ്യൂമിഡായിട്ടുള്ളൊരു ക്ലൈമറ്റിലാണ് നമ്മൾ. ഇൻ കേരള വി ഹാവ് വെരി ഹ്യൂമിഡ് ക്ലൈമറ്റ് ആൻഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ നമ്മൾ ഒത്തിരി സ്വെറ്റ് ചെയ്യും ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി 2 നേരം. ആൻഡ് ഫോർ എ സ്കിൻ ഹൈജീൻ ഇറ്റ്സ് ഓൾവേസ് ദ ബെസ്റ്റ് തിങ് ടു. സോപ്പ് തേക്കുക എന്നുള്ളത് അഗെയിൻ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ നമ്മൾ ഒത്തിരി വേർക്കുന്നവരാണ്, ദെൻ യു വിൽ ഹാവ് ടു ക്ലീൻ യുവർ ബോഡി, റൈറ്റ്? അപ്പോൾ അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു മോഡറേറ്റ് എമൗണ്ടിൽ ചെയ്യുക, ഓവർ ഡൂ ചെയ്യാതിരിക്കുക കാര്യങ്ങൾ. നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുമ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വില കുറഞ്ഞ ലിപ്സ്റ്റിക്ക് നമുക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് ചിലപ്പോൾ നമ്മൾ ചില പഠനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം അതൊരു സത്യമാണോ? നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ വിലയുടെ കാര്യത്തിൽ ഐ എം നോട്ട് വെരി ഷുവർ. കാരണം ചിലപ്പം ഒരു വലിയ ബ്രാൻഡഡ് ഇതൊന്നും ആയിരിക്കില്ല, പക്ഷേ ദാറ്റ് കുഡ് ബി ഓക്കെ. അപ്പോൾ വില വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ യൂഷ്വലി പറയുന്നത് ഹെവി മെറ്റൽ ഫ്രീ, ലെഡ്, കാഡ്മിയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രേഗ്രൻസ് ഫ്രീ ലിപ് ബാംസ് ആണെങ്കിലും അങ്ങനെയുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഇല്ലാത്തത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ പാരബൻ ഫ്രീ ഇതും പറയും. അപ്പോൾ ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യുമ്പം ഇത് നോക്കുന്നതായിരിക്കും നല്ലത്. ഫ്രേഗ്രൻസ് ഫ്രീ എസ്പെഷ്യലി ലിപ് ബാംസിലാണ്. പലപ്പോഴും ചിലർക്ക് അതുള്ളത് തേച്ച് കഴിഞ്ഞിട്ട് ഇതിൽ അലർജി പോലെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ലിപ് പീലിങ്ങും ചിലർക്കൊരു പിഗ്മെൻറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. വിലയുടെ കാര്യത്തിൽ ഹാവ് നത്തിങ് മച്ച് ടു സേ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല. വില കുറഞ്ഞതുകൊണ്ട് മാത്രം അത് മോശമാവണമെന്നില്ല, വില കൂടിയത് കൊണ്ട് മാത്രം അത് നന്നാവണമെന്നുമില്ല. ലിപ്പിൻ്റെ കളർ കുറയുമ്പോൾ ബീട്രൂട്ട് ലിപ്പിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കളർ വരും എന്ന് പറയാറുണ്ട്. നോ സയൻറ്റിഫിക് എവിഡൻസ്. അതുപോലെ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഒരു ദിവസം എത്ര തവണ നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം? എല്ലാ ദിവസവും നമ്മൾ ഫേസ് സ്ക്രബ് യൂസ് ചെയ്യേണ്ടതുണ്ടോ? സ്ക്രബ് ബിഗ് നോ. ഓക്കെ, സ്ക്രബ് ഞാൻ പറഞ്ഞു, ബി ജെന്റിൽ വിത്ത് സ്കിൻ, ഡോണ്ട് സ്ക്രബ്. ഓക്കെ, സ്ക്രബ് ചെയ്യുന്തോറും നമുക്ക് പിഗ്മെൻറ്റേഷൻ, ഫ്രിക്ഷൻ ആണത്. ഓക്കെ, സ്ക്രബിങ് ഇസ് ഫ്രിക്ഷൻ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കും. ഈ സ്ക്രബ് യൂസ് ചെയ്ത് നമുക്കൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കിട്ടണത് പോലെ ഫീൽ ചെയ്യാറുണ്ടല്ലോ. അതിപ്പോൾ സ്കിന്നിന്റെ ഒരു ലെയർ പോകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണോ? സ്ക്രബ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടൊരു ലെയർ പോകുന്നില്ല, അത് വെറുതെ മനസ്സിൽ തോന്നുന്നതാണ്. അതൊന്ന്. അപ്പോൾ ഫേസ് വാഷിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. നമ്മളിപ്പം സാധാരണ നിലയിൽ ഒരു 2 മാക്സിമം പോയ 3 നേരമോ ഫേസ് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ നമ്മളൊരു ഔട്ട്ഡോർ ഇതിന് പോകുന്നു, നന്നായി വേർത്തു, തിരിച്ചു വരുന്നു, വാഷ് ചെയ്യണം. ബിക്കോസ് അല്ലെങ്കിൽ ആ ഡസ്റ്റും സ്വെറ്റും എല്ലാം കൂടി ഇരുന്നിട്ട് പോഴ്സ് ബ്ലോക്ക് ആവും, പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലൈഫ് സ്റ്റൈൽ, നമ്മൾ എവിടെ ആൻഡ് പ്ലേസ് വേർ യു വർക്ക്, ഇതെല്ലാം മാറ്റർ ചെയ്യും. കാലാവസ്ഥ സ്കിന്നിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പല രാജ്യങ്ങളിലായിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പം നമുക്ക് വലിയ പ്രശ്നമില്ലാത്തൊരു ക്ലൈമറ്റാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ പുറത്തുള്ളവരാണെങ്കിൽ അവർക്ക് വിൻ്റർ തുടങ്ങാറായി അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇതേ പ്രോഡക്ട്സ് തന്നെ അവിടെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് വോണ്ട് ബി ഇനഫ് ഫോർ ദം. ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഏത് ക്ലൈമറ്റിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല ഹാർഷായിട്ടുള്ള വിൻ്റർ ഉള്ള സമയത്താണെങ്കിൽ യു ഹാവ് ടു യൂസ് ലെയേഴ്സ് ഓഫ് മോയ്സ്ചറൈസർ ടു കീപ് യു, അല്ലെങ്കിൽ സ്കിൻ ക്രാക്ക് ആവും, പാച്ച്ഡ് ആവും, ഇതെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്കിവിടെ അത്രയും ഒരു ആവശ്യമില്ല. വി ഹാവ് ആക്ച്വലി വെരി നൈസ് ക്ലൈമറ്റ് ഹിയർ. നമുക്ക് ഭയങ്കര ഓൾട്രേഷൻസ് നമ്മുടെ ക്ലൈമറ്റിൽ വരുന്നില്ല. ബട്ട് അപ്പം നമുക്ക് അതേ സൺസ്ക്രീനോ അതേ മോയ്സ്ചറൈസിങ് ക്രീമോ നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. അതിപ്പം മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് വലിയ സൺസ്ക്രീൻ മഴയാണെങ്കിലും ഉപയോഗിക്കണം. ഓക്കെ, എ സിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതുണ്ട്? എ സി ആയിട്ട് ബന്ധമില്ല. എ സിയേക്കാൾ ഉപരി നമ്മുടെ ലൈറ്റ്സ്, ഈവൻ ദ സിസ്റ്റം, ബ്ലൂ ലൈറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നാണ് പറയുന്നത്. സൺലൈറ്റ് മാത്രമല്ല. മഴക്കാലത്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് മഴക്കാലത്തും സൂര്യൻ ഉദിക്കുന്നുണ്ടല്ലോ.
മനസ്സിലായോ? അപ്പോൾ യു ഹാവ് ടു യൂസ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണ് സ്കിന്നിനെ ബാധിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ് ആകുമ്പോൾ നമ്മുടെ മുഖത്ത് കുരുക്കൾ വരാറുണ്ട്, നമ്മുടെ സ്കിൻ ഭയങ്കര ഡള്ളായ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, കണ്ണിനടിയിൽ കറുപ്പ് വരുന്നതായി നമ്മൾ കാണാറുണ്ട്. അപ്പം ഈ മാനസികാരോഗ്യവും നമ്മുടെ സ്കിന്നും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്കിന്നും മൈൻഡും വളരെയധികം മൈൻഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യു അണ്ടർസ്റ്റാൻഡ്, അതിൽ നിന്നാണല്ലോ നമ്മൾ സ്ട്രെസ് എന്നുള്ളത്, ഞാൻ മൈൻഡ് എന്നുള്ള ഒരു ആബ്സ്ട്രാക്ട് വേർഡാണത്, റിലേറ്റഡ് ആണ് പലപ്പോഴും. അത് സ്കിൻ ഡിസീസസിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്, സോറിയാസിസ് അങ്ങനെയുള്ളതൊക്കെ. ഇതിനകത്തൊക്കെ സ്ട്രെസ് ഒരു പ്രധാന ഘടകമാണ്. ഈവൻ എക്സീമാസ്, ഇതെല്ലാം നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ഒരു നോർമലി ഇത് വെൽ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഡിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസീസ് ഇല്ലാത്ത ആളായിരിക്കാം. പെട്ടെന്നൊരു സ്ട്രെസ്സ് വരുമ്പോഴായിരിക്കും ഇത് എല്ലാം കൂടി പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ അസുഖം വളരെയധികം വേഴ്സൺ ആകാനുള്ളൊരു ചാൻസ് അപ്പോൾ ഉണ്ട്. പിന്നെ മുഖക്കുരു, യെസ് ഓഫ് കോഴ്സ്. ഹെയർ ലോസ്, സ്ട്രെസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇമോഷണൽ സ്ട്രെസ്സ് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ഫിസിക്കൽ സ്ട്രെസ് ആവാം. ഹെയർ ലോസിൽ പ്രത്യേകിച്ച് ഒരു ടിലജൻ എഫ്ലുവിയം എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനുണ്ട്. ദാറ്റ് ഈസ് ഇഫ് യു ഗോയിങ് ത്രൂ എ ഇൻറ്റൻസ് ഇമോഷണൽ സ്ട്രെസ്. ഇമോഷണൽ മാത്രമല്ല, അത് പല അസുഖങ്ങളാകാം, അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ് ആവാം, ഇതൊക്കെ ആവാം. ഇത് കഴിഞ്ഞ് ഒരു 2 months കഴിയുമ്പോൾ നമുക്ക് അക്യൂട്ട് ഹെയർ ലോസ് ആയിരിക്കും. നമ്മളെ ഒരു വളരെ അലാമിങ് ആയിട്ടുള്ളൊരു ഹെയർ ലോസ്, അത് കുറച്ച് മാസങ്ങളിലേക്ക് തന്നെ നിൽക്കും. നമ്മളതിനെ ഓവർകം ചെയ്ത് ഒരു 6 to 9 months അതൊരു നോർമൽ ഇതിലേക്ക് തന്നെ പോവുള്ളൂ. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. മുടിയുടെ അടി പൊട്ടുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മുടി സ്പ്ലിറ്റ് ആവുന്നത്, അതെന്തുകൊണ്ടാണ്? നമ്മൾ ഹെൽത്തി അല്ലാത്തത് കൊണ്ടാണോ, മുടി ഹെൽത്തി അല്ലാത്തത് കൊണ്ടാണ്? വെയർ ആൻഡ് ടയർ. നമ്മൾ കുറേ നാൾ, മുടിയുടെ അറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ തലയിലിരിക്കുന്ന മുടി ഇവിടെ നിന്ന് വളർന്ന് അവിടം വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാൾ ഉപയോഗിച്ച ഒരു ചെരുപ്പ് എങ്ങനെ ഇരിക്കും? ഡാമേജ് ആയി. അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് വെട്ടിക്കളയുക. അത് വെയർ ആൻഡ് ടയർ ആണ് ബേസിക്കലി. നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകളൊക്കെ കൃത്യമായിട്ട് ഒരു ഡോക്ടറിനെ കണ്ട് മനസ്സിലാക്കി തന്നെ മേടിക്കണം. ഇപ്പം നമുക്ക് കടകളിൽ കിട്ടുന്ന എല്ലാ ഷാമ്പൂവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അത്തരത്തിലൊരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഷാംപൂ ഓക്കെ, അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഹെയർ എന്ത് ടെക്സ്ചർ ആണെന്നുള്ളത്. ഷാംപൂ ആൻഡ് കണ്ടീഷണർ, എപ്പോഴും ഒരു ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുക എന്നുള്ളത് മസ്റ്റാണ്. കാരണം ഷാംപൂ ഇസ് ബേസിക്കലി ഫോർ ക്ലെൻസിങ്. അപ്പോൾ അത് നമ്മുടെ ഹെയറിനെ കുറച്ച് ഫ്രിസി ആക്കും, അതിനെ ക്ലീൻ ചെയ്ത് വരും. നമ്മളിപ്പോൾ ഒരു പാത്രം കഴുകി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നല്ല ഒരു സൗണ്ട് കേൾക്കാമല്ലോ. അതുപോലെ തന്നെയാണ് നമുക്ക് ഷാംപൂ ഇട്ട് കഴിഞ്ഞാലുള്ളത്. യു ക്യാൻ ഫീൽ ദാറ്റ് ടെക്സ്ചർ, അതൊരു റഫായി. അതേസമയം അതിനൊപ്പം തന്നെ കണ്ടീഷണർ, അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടിയിൽ കണ്ടീഷണർ തേച്ച് കഴിയുമ്പോൾ അത് സ്മൂത്ത് ആകും. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ്സ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓയിൽ സെക്രീഷൻ്റെ ഇതനുസരിച്ചിട്ടിരിക്കും. ചിലരുടെ ഹെയർ സ്കാൽപ്പും വളരെ ഓയിലി ആയിരിക്കും. അവർക്ക് ഷാംപൂ ചിലപ്പോൾ ഡെയിലി ബേസിസിൽ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഓയിലി. പക്ഷെ ചിലരുടെ ഭയങ്കര ഡ്രൈ ആയിരിക്കും സ്കിന്നും ഹെയർ വർക്ക്. അങ്ങനെയുള്ളവർക്ക് ഷാംപൂ കുറച്ച് ഉപയോഗിച്ചാൽ മതി. കുറച്ച് ഫ്രീക്വൻസി ക്യാൻ ബി മച്ച് ലെസ്സർ. വെറുതെ തല കഴുകിയാലും മതിയാവും. പക്ഷെ ഓയിലി ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അതുപോലെ മുഖക്കുരു വന്നു കഴിയുമ്പോൾ അത് പൊട്ടിക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തൊട്ടാൽ മറ്റു ഭാഗങ്ങളിലേക്ക് മുഖക്കുരു സ്പ്രെഡ് ആകും എന്നും പറയാറുണ്ട്. ഇതിലൊരു വസ്തുതയുണ്ടോ? മുഖക്കുരു സ്പ്രെഡ് ആവുന്നതല്ല. ബേസിക്കലി നമുക്ക് ഒരു പിമ്പിൾ പ്രോൺ സ്കിന്നാണെങ്കിൽ മുഖത്ത് എവിടെ വേണമെങ്കിലും കുരു വരാം. ബട്ട് പൊട്ടിക്കരുതെന്ന് പറയുന്നത് അത് പൊട്ടിച്ചു കഴിഞ്ഞാലുള്ള പാടുകൾ, അത് കറുത്ത പാടാകാം, ചിലപ്പോൾ ഒരു കുഴി പോലുള്ളതാകാം, വലിയ മുഖക്കുരു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി സാധാരണഗതിയിൽ അത് ഉണങ്ങിപ്പോകുന്നതിനേക്കാളും ഇങ്ങനെ നമ്മളതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിനെ പൊട്ടിച്ച് ഇത് പിക്ക് ചെയ്ത് കളയുമ്പോഴേക്കും ആ സ്കാറും പിഗ്മെൻറ്റേഷനും കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു സ്ഥലത്ത് മുഖക്കുരു ഉണ്ട്, നമ്മൾ പൊട്ടിച്ചു, അതിൻ്റെ ഫ്ലൂയിഡ് അപ്പുറത്തേക്കായെന്ന് വെച്ച് അത് സ്പ്രെഡ് ചെയ്യുന്നതല്ല. ബട്ട് ഈ പൊട്ടിക്കുന്ന ഏരിയ വിൽ ബി അതിൻ്റെ ആ ഒരു കോൺസിക്വൻസ് വിൽ ബി വേഴ്സ്. ഓക്കെ. അതുപോലെ പെറ്റ്സിനെ കൂടെ കിടത്തുന്നവരുണ്ട്, വീട്ടിലിട്ട് വളർത്തുന്നവരൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അതൊരു ട്രെൻഡാണ്. അപ്പം അത്തരം രീതിയിൽ വളർത്തുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ബെഡിലൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? പെറ്റ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതിനകത്ത് 2-3 ഒന്ന് അതിൻ്റെ ഫർ രോമം എന്നൊക്കെ പറയും. അത് ആക്ച്വലി ചിലർക്ക് അലർജി ഉണ്ടാക്കും. എസ്പെഷ്യലി ഈ ഒരു ആസ്മ, എക്സീമ ഒക്കെ ഉള്ളവർക്ക് അത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. അതൊന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർ അത്
മേ ബി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇറ്റ് മൈറ്റ് വേഴ്സൺ ദെയർ, അല്ലെങ്കിൽ ക്ലോസ് ഹാൻഡ്ലിങ് ഒഴിവാക്കുക എന്ന് പറയും. സെക്കൻഡ്ലി, ചില ഇൻഫെക്ഷൻസ്, മോസ്റ്റ്ലി നമ്മൾ കാണുന്ന ചില ഫംഗൽ ഇൻഫെക്ഷൻസ്, നമ്മൾ ഈ പുഴുക്കടി, റിംഗ് വാം എന്നൊക്കെ പറയും, അതിൻ്റെ ഈ നമ്മുടെ പെറ്റ്സിന് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ഹാൻഡ്ലിങ് വഴി നമുക്കത് പകരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു പെറ്റ്സ് കൂടെ വരുന്ന വേറൊരു ഇൻഫെക്ഷനാണ് സ്കേബീസ് എന്ന് പറയും. അതൊരു ദേഹത്ത് മുഴുവൻ ചൊറിച്ചിലും കുരുക്കളും പോലെയൊക്കെ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അതും പെറ്റ്സിൽ കൂടെ തന്നെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഫെക്ഷൻസും അലർജിയും, ഇത് രണ്ടുമാണ് നമ്മൾ പെറ്റ്സിനെ കുറിച്ച് പറയുമ്പം. അത് ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഗെറ്റ് യുവർ പെറ്റ് ട്രീറ്റഡ്. ഒരു വെറ്റിനെ കണ്ടിട്ട് നന്നായിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് കഴിയാൻ പ്രശ്നമില്ല. പക്ഷേ ദിസ് ഇസ് എ ചാൻസ്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ബട്ട് ഇഫ് ദർ ഇസ് എൻ ഇൻഫെക്ഷൻ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ഗ്ലൂട്ടാത്തോയിൻ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ശരിക്കും നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക എന്നതല്ലേ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. വെരി ട്രൂ. ആളുകൾ ഇതിന് സ്കിൻ ബ്രൈറ്റ് ആക്കുക, അല്ലെങ്കിൽ സ്കിൻ ആ രീതിയിൽ ഗ്ലോ ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇത്തരം രീതികളുടെ പിന്നാലെ പോകുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഫെയർനെസ് സുപ്പീരിയർ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതായത് നമ്മൾ ഫെയർനെസ് ആണ് നമ്മൾ അതിനുവേണ്ടി ആൾക്കാർ ക്രേവ് ചെയ്യുകയാണ്. ഇത് ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു വലിയ ഒരു തെറ്റായ ചിന്താഗതി, ഒരു കൺസെപ്റ്റാണ്. ഇതിൻ്റെ ബേസിലാണ് ഇത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. സോ ബേസിക്കലി ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റിനോട് യോജിക്കുന്ന ആളല്ല. രണ്ടാമത്, ഗ്ലൂട്ടാഥയോണിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് സ്റ്റഡീസ് നോക്കിയതിലൊന്നും തന്നെ നമുക്കൊരു ഈ കൊടുക്കുന്ന ഇപ്പോൾ IV ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്കിതിനൊരു സസ്റ്റെയിൻഡ് ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതൊന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടില്ല. മറ്റൊന്ന്, ഇതിൻ്റെ സേഫ്റ്റി, ബോത്ത് സേഫ്റ്റി ആൻഡ് എഫിക്കസി നമുക്ക് ഓക്കെ നിങ്ങളിത് ഉപയോഗിച്ചു കൊള്ളൂ, ഇത് നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല എന്ന് പറയാൻ മാത്രമുള്ളൊരു സ്റ്റേജിലുള്ള സ്റ്റഡീസ് നമുക്ക് വന്നിട്ടില്ല. സോ ഇനഫ് സയൻറ്റിഫിക് എവിഡൻസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ എന്താണ്, നിങ്ങളിത് ഉപയോഗിച്ചോളൂ എന്ന് പറയാനുള്ള ഒരു സ്റ്റേജിലല്ല നമ്മളിപ്പോൾ. അതുപോലെ കൊറിയൻ സ്കിൻ, അത് ഭയങ്കര ട്രെൻഡാണല്ലോ. ഓക്കെ, നമ്മൾ അത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ അതുപോലെയൊക്കെ ആകുമോ, വെട്ടിത്തിളങ്ങുമോ? അത് അത്തരം കാര്യങ്ങൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്? ഒരിക്കലും ഇല്ല. നമ്മുടെ ഇന്ത്യൻ സ്കിന്നാണ് അല്ലേ, അവരുടെ കൊറിയൻ ഡിഫറെൻറ്റ് എത്നിക് റേസ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് ഇപ്പോൾ ഞാൻ എൻ്റെ അളവിൽ തയ്പ്പിക്കുന്നു, അത് എനിക്ക് ഫിറ്റാണ്. ബട്ട് വിൽ ദാറ്റ് ബി ഓക്കെ ഫോർ അനദർ പേഴ്സൺ വിത്ത് ഡിഫറെൻ്റ് ഒരു ശരീരപ്രകൃതിയുള്ള ആൾക്കാണെങ്കിൽ അത് ശരിയാവില്ല. ഇല്ല. അതുപോലെ ആകണം എന്ന് പറഞ്ഞാലും അത് ചെയ്യില്ല. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്താൽ നമ്മൾ അതുപോലെ ഒരിക്കലും ആവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പുറകെ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അതുപോലെ മറ്റൊരു കാര്യമാണ്, മലയാളികളോട് സ്കിൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന് ഭയങ്കര ചിലവേറിയ ഒരു കാര്യമാണ്. നമ്മളൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തരുന്ന പ്രൊഡക്ട്സിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഇപ്പം നമ്മൾ കൂട്ടുകാർക്കിടയിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെ പറയാറുണ്ട്, ഒരു സ്കിൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഉണ്ടാവില്ല, പക്ഷെ അതിന് തരുന്ന പ്രൊഡക്ട്സിന് ഒരു 10,000 രൂപയ്ക്ക് നമ്മൾ കാണേണ്ടി വരും എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു ചിലവേറിയ ഒരു അവസ്ഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത കണ്ടീഷൻ ഇപ്പോഴും ഉണ്ടോ? ഞാൻ ഈ പറയുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. അത് അത്ര ഒരു ചിലവുള്ള കാര്യമല്ല. ഇറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു നീഡ്. അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പൊതുവേ എല്ലാ ഡെർമറ്റോളജിസ്റ്റുകളും പറയുള്ളൂ. പിന്നെ ഇപ്പോൾ പലപ്പോഴും ക്ലിനിക്കൽ പ്രാക്ടീസിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, അവർ വന്നിട്ട് ഇങ്ങോട്ട് മോസ്റ്റ് ഓഫ് അവർ പേഷ്യൻസ് എനിക്കൊരു മോയ്സ്ചറൈസർ വേണം, എനിക്കൊരു സൺസ്ക്രീൻ വേണം, എനിക്കൊരു സീറം വേണം, രാവിലെ തേക്കാൻ ഒരു സീറം വേണം, വൈകിട്ട് തേക്കാൻ ഒരു സീറം വേണം, രാത്രി വേണം. അപ്പോൾ ഇത്രയും അവരിങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് വന്നിട്ട്. അപ്പം നമ്മൾ മോസ്റ്റ് ഓഫ് മൈ ടൈം നമ്മൾ ചിലവാക്കുന്നത് ഇത് എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഓരോ ആൾക്കാർക്ക് അവരുടെ ഇതിനൊത്ത രീതിയിലുള്ളത് ഉപയോഗിച്ചാൽ മതി. ഇത് സോഷ്യൽ മീഡിയയുടെ ഈ ഇത്രയും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് പലർക്കും ഇത്രയും തേച്ചില്ലായിരുന്നെങ്കിൽ എന്തോ വലിയൊരു തെറ്റാണെന്നുള്ളൊരു
ഒരു ഭയം ആണ് ഉള്ളിലുള്ളത്. അപ്പോൾ ഇത്രയും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇത്രയും തേക്കുന്നു, അല്ലെങ്കിൽ ഈവൻ സ്കൂൾ കിഡ്സ് എസ്പെഷ്യലി ടീനേജ് ഏജിലുള്ള, അത് ഗേൾസ് ആൻഡ് ബോയ്സ് ഈക്വലി, അവർക്ക് ഇത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉപയോഗിക്കും. ഈവൻ പേരൻസ് ആർ വറീഡ്, ഇവരുടെ ക്ലാസ്സിലെ എല്ലാവരും ഉപയോഗിക്കുന്നു, അപ്പോൾ മോളും മോനോ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഇതിനൊരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആൾക്കാർക്ക് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയണം. അപ്പോൾ അതിൻ്റെ പേരിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്. ഐ ഡോണ്ട് തിങ്ക് ഒരു ഡോക്ടർ എന്നെ ഇത്ര പ്രോഡക്ട്സ് ഉപയോഗിക്കണം എന്ന്, നിങ്ങൾ എന്തായാലും ഉപയോഗിക്കണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ആസ്ക് ഫോർ. ചോദിച്ചുകൊണ്ടും ഞാൻ ആസ് എ പേഴ്സൺ ഐ ഡോണ്ട് ഗിവ് വാട്ട് ദേ ആസ്ക് ഫോർ. ഐ ഓൺലി ഗിവ് ദം അവർക്ക് എന്താണോ ആവശ്യം അതേ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇതാണ് ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം അറിയാമല്ലോ, 5000 രൂപ ഈസിലി വരും. അപ്പോൾ ബേസിക്കലി നമുക്ക് ബേസിക് ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമുക്കൊരു സ്കിൻ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, സ്കിൻ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിൻ കൊണ്ട് നടക്കുക, ഓവർഡു ചെയ്യാതിരിക്കുക. സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് അങ്ങ് തേക്കുന്നതിലല്ല കാര്യം. നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണോ അത് വളരെ മിനിമമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതിന് വലിയൊരു ചിലവുള്ളൊരു കാര്യമല്ല ആക്ച്വലി. ഈ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സൺസ്ക്രീൻ അഗെയിൻ, ഒന്ന് നമ്മുടെ സ്കിൻ ടൈപ്പ്. അതിൽ ബേസിക്കലി ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിമ്പിൾ പ്രോൺ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജെൽ ഫോമിലുള്ളത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടി ഡ്രൈ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാം. പിന്നെ സൺസ്ക്രീൻ ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങുന്നതിന് ഒരു 1/2 hour മുന്നേ തന്നെ, നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് ഇറങ്ങുവാണെങ്കിൽ ഒരു 1/2 hour മുന്നേ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സൺസ്ക്രീൻസ് ഒരു 3 to 4 hours അതിൻ്റെ അകത്ത് ആ ടൈമിലെ അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് തരുള്ളൂ. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് വാഷ് ആൻഡ് റീഅപ്ലൈ, ലെയർ ടു ലെയർ അപ്ലൈ ചെയ്യാതെ വാഷ് ചെയ്ത് ഒന്ന് റീഅപ്ലൈ ചെയ്യുക. സോ ബേസിക്കലി നമ്മൾ ഈ ഒരു ഇത് ഈ പറഞ്ഞ പോലെ, ഞാൻ ഔട്ട്ഡോർ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇൻഡോറിലും നമുക്ക് ഇതുപോലുള്ള ഇൻഡോർ ലൈറ്റ്സിലും സിസ്റ്റത്തിന് വരുന്ന ലൈറ്റ്സിലും ഒക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതും നമ്മളിപ്പോൾ ലോങ് ടേം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 to 4 hours, അതായത് ഇപ്പോൾ രാവിലെ തേച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിയുമ്പോൾ ഒന്നും കൂടെ ഇത് നല്ല എക്സ്പോഷർ വരികയാണെങ്കിൽ ഒന്നും കൂടെ തേക്കുന്നത് തന്നെയാണ് നല്ലത്. വെള്ളം കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഗുണകരമാണോ? അതുപോലെ ഭക്ഷണം കുറച്ചും കൂടെ പച്ചക്കറി അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്, സ്കിന്നിനും വളരെ നല്ലതായിരിക്കില്ലേ? ഡെഫിനറ്റ്ലി. വെള്ളം നമുക്ക് ഹൈഡ്രേഷൻ ആവശ്യമുണ്ട്. ഹൈഡ്രേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ സ്കിൻ റിങ്കിൾഡ് ആയിട്ടിരിക്കും. ഡീഹൈഡ്രേറ്റഡ് സ്കിൻ എങ്ങനെ ഇരിക്കും? റിങ്കിൾഡ് ആയിട്ടിരിക്കും, ഒരു അൺഹെൽത്തി ലുക്കായിരിക്കും. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് വേണ്ടി മാത്രമല്ല, ഹോൾ ബോഡി, അത് നമ്മുടെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ബോഡിക്ക് ഹൈഡ്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദാറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലൈഫ് സ്റ്റൈൽ. നമ്മളിപ്പോൾ ഒത്തിരി സ്വെറ്റ് ചെയ്യുന്നവരൊക്കെയാണ്, യു ഹാവ് ടു ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. രണ്ടാമത്തത് ഡയറ്റിൽ നമുക്കറിയാം ഒരു ടു ബി വെരി സിമ്പിൾ, വാട്ട് ഈസ് എ ഹെൽത്തി ഡയറ്റ്. നമുക്കൊരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1/4 ഷുഡ് ബി കാർബോഹൈഡ്രേറ്റ്സ്, 1/4 ഷുഡ് ബി പ്രോട്ടീൻസ്, ബാക്കി 1/2 ഷുഡ് ബി ഫൈബേഴ്സ്. അതിനകത്ത് നമുക്ക് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്തൊക്കെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസ് വരുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ ഒരുപാട് സ്കിൻ ചേഞ്ചസ്, ഈവൻ ഏജിങ് വരെ നമുക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ പറ്റും. റിങ്കിളിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. അതുപോലെ വിട്ടുപോയൊരു ചോദ്യമായിരുന്നു, കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും ഇപ്പോൾ പറയുന്ന, അല്ലെങ്കിൽ ടെൻഷൻ ആവുന്ന ഒരു കാര്യമാണ് കണ്ണിനടിയിൽ ഭയങ്കര ഡാർക്ക് സർക്കിളാണ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ട്? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഫേസിൽ ഒരു യൂണിഫോം ടോൺ അല്ല. ഓക്കെ, നിങ്ങൾ ആരുടെ മുഖം എടുത്ത് നോക്കിക്കോളൂ. വാട്ട് യു സീ? കണ്ണിന് ചുറ്റും ആൻഡ് ദിസ് ഏരിയ വിൽ ബി സ്ലൈറ്റ്ലി ഡാർക്കർ ദാൻ യുവർ ചീക്സ് ആൻഡ് ഫോർഹെഡിലെ സെൻട്രൽ പാർട്ട്, അല്ലേ? അതങ്ങനെയാണ്. ഇപ്പം നമ്മൾ ശരീരത്തിലെ ബാക്കി, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ സ്കിൻ ആൻഡ് കഴുത്തിൻ്റെ ബാക്കിൽ, അവർ ആംപിറ്റ്സ്, ഗ്രോയിൻസ്, എൽബോ, നീ, ഇതെല്ലാം വേറെ കളറാണ്. ഇറ്റ്സ് ഓൾ ആക്സെപ്റ്റബിൾ. അപ്പോൾ ഒരിക്കലും എപ്പോഴും പറയുന്ന കണ്ണിൻ്റെ ഈ അടിയിലത്തെ കളർ പോലെ ഈ കളർ വരുന്നില്ല. ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. അത് നോർമലാണ്. വി ഹാവ് ടു ആക്സെപ്റ്റ് സർട്ടൻ നോർമൽ തിങ്സ്. ഓക്കെ, അതൊന്ന്.
പക്ഷേ ഈ പറയുന്ന പോലെ ചിലർക്ക് അമിതമായിട്ടുള്ളൊരു കറുപ്പ് കളർ ഉണ്ടാകാം. അതിന് പല കാരണങ്ങളും ഉണ്ട്. ഒന്ന്, അലർജീസ് ഉള്ളവർ, അതായത് അവർക്ക് കണ്ണ് ചൊറിയാനൊരു ടെൻഡൻസി, ഇപ്പോൾ ഈ റബ്ബിങ്, അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രിക്ഷൻ വരുമ്പോൾ അവിടെ കറുപ്പ് കളർ വരാനുള്ളത്. അലർജിക് ടെൻഡൻസി ഉള്ളവർക്ക് എപ്പോഴും അവിടെ ചൊറിയാനൊരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ അപ്പോൾ അതൊന്ന്. രണ്ട്, ചിലർക്ക് ഫെമിലിയലായിട്ട് അത് കുറച്ച് അധികമായിരിക്കും, ജനറ്റിക്. അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. ഇതാണ് രണ്ട് കാരണങ്ങൾ യൂഷ്വലി വരാറുള്ളത്. ഐ സ്ട്രെയിൻ അല്ലെങ്കിൽ ഐ സ്ട്രെസ് കൊണ്ട് അങ്ങനെ അത് വരുന്നു എന്നുള്ളതിന് കാര്യമായിട്ടുള്ള പഠനങ്ങളില്ല. പിന്നെ നമ്മുടെ ഹോളോ ഐസ്, കുറച്ച് കണ്ണ് അകത്തേക്ക് ഇരിക്കുന്നവരാണ്, അവരുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചിട്ടിരിക്കും. ഇപ്പം കുറച്ച് ഈ നെറ്റി കുറച്ച് ഇങ്ങോട്ട് ഇരിക്കുകയും കണ്ണ് കുഴിഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഷാഡോ വീണിട്ട് അവിടെ ഒരു കറുപ്പ് കളറ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്കൊരു നോർമൽ കളറ് ഇവിടെ വരില്ല, അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ അലർജി കൊണ്ടുള്ളതാണെങ്കിൽ നമുക്ക് അലർജീസ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ജനറ്റിക്സ് ആണെങ്കിൽ നത്തിങ് മച്ച് ടു ഡു. എങ്കിലും കുറച്ച് ലൈറ്റനിങ് ക്രീംസ് ചെയ്താൽ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഡിസ്കളറേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തലയിൽ ഹെയർ കളർ ചെയ്യുന്നത്, അത് നമ്മുടെ മുടീനെ ഡാമേജ് ആക്കും. എപ്പോഴും എല്ലാവർക്കും ടെൻഷനുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയാം. കളറിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യം പറയാം ബുദ്ധിമുട്ടാണ്. കാരണം ഈ പറഞ്ഞ പോലെ എന്ത് കളർ ഉപയോഗിക്കുന്നു, എങ്ങനെയാണ്, ഇപ്പോൾ ബ്ലീച്ച് ചെയ്തിട്ടാണോ ചെയ്യുന്നത്. ബ്ലീച്ച് ചെയ്യുമ്പം യൂഷ്വലി ഹെയറിൻ്റെ ടെക്സ്ചർ തന്നെ നമുക്ക് റഫാകും, അപ്പോൾ കൂടുതൽ ബ്രിട്ടിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ചില കളർ പിടിക്കണമെങ്കിൽ ബ്ലീച്ച് ചെയ്താലേ അത് പിടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്യുമ്പോൾ തന്നെ അവർ പറയും ഇത് ബ്രിട്ടിലാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടേ മോസ്റ്റ്ലി ഹെയർ സ്റ്റൈലിസ്റ്റ് എല്ലാവരും ചെയ്യാറുള്ളൂ. പക്ഷെ അത് ഒരു നോൺ കോംപ്ലിക്കേഷനാണ്. അത് ബ്ലീച്ച് ചെയ്തിട്ട് കളർ ചെയ്ത് കഴിയുമ്പം എപ്പോഴും ബ്രിട്ടിലാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ കളറിനോട് വരാവുന്ന അലർജീസ്. പിന്നെ ഞാനിത് ഇതിൻ്റെ കൂടെ പറയാമോ എന്നറിയില്ല, എങ്കിലും ഐ തിങ്ക് പബ്ലിക് ഷുഡ് നോ അബൌട്ട് ദിസ്. ഒന്ന്, നമ്മളിപ്പോൾ നമുക്കൊരു ഹെയർ കളറോ ഹെയർ ഡൈയോ ഉപയോഗിച്ചു. ഹെയർ ഡൈ അലർജീസ് വളരെ കോമൺ ആണ്. അപ്പോൾ ഹെയർ ഡൈ അലർജീസ് പല രീതിയിൽ വരാം. നമുക്ക് തലയിൽ ചൊറിച്ചിൽ പോലെ വരാം, ചിലപ്പോൾ കണ്ണും മുഖമൊക്കെ വീർക്കുന്ന രീതിയിൽ വരാം, പൊട്ടിയൊലിപ്പ് പോലെ വരാം, ഇതൊക്കെ വരാം. അപ്പോൾ എന്ത് പറയും, കെമിക്കൽ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് വന്നത്, അതുകൊണ്ട് ഇനി ഹെയർ ഡൈ ഉപയോഗിക്കണ്ട എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഓൾട്ടർനേറ്റീവ് നോക്കും അല്ലേ. ഓൾട്ടർനേറ്റീവ് അല്ല, ഇപ്പം അല്ലാതെ തന്നെയും ചിലർ ഹെർബൽ, ഓർഗാനിക് എന്നൊക്കെ കേട്ടിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇതിലൊക്കെ എത്രത്തോളം ഈ ഓർഗാനിക് അല്ലെങ്കിൽ ഹെർബൽ എന്ന് പറയുന്നത് ഇത് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അതൊരു കാര്യം. രണ്ട്, പലപ്പോഴും ഹെയറിൻ്റെ കാര്യത്തിൽ, ഹെയർ കളർ, ഹെയർ ഡൈയുടെ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഹെർബൽ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത്, ഐ ഡോണ്ട് നോ വെദർ യു ഹേർഡ് ഓഫ് ഇറ്റ്, നീലാമരി അല്ലെങ്കിൽ ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്, ഒരു ഇതാണ് ഹെയർ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഈവൻ ഹെയർ ഓയിൽസിലും ഒക്കെ ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കൽ പ്രാക്ടീസ്, ഞാൻ മാത്രമല്ല ഒരുപാട് ഡെർമറ്റോളജിസ്റ്റുകൾ ഈ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡിഗോ അല്ലെങ്കിൽ നീലാമരി ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരുപാട് പേർക്ക്, ഞാൻ എല്ലാവർക്കും വരണം എന്ന് പറയുന്നില്ല, ഒരുപാട് പേർക്ക് ഒരു പിഗ്മെൻറ്റേഷൻ വരാൻ തുടങ്ങും, ഒരു ബ്ലൂയിഷ് ഗ്രേ പിഗ്മെൻറ്റേഷൻ. അത് ഫേസും നെക്കും മോസ്റ്റ്ലി എക്സ്പോസ്ഡ് ഏരിയാസിൽ ഇത് വരാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മൾ അതിനൊരു ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിസ് എന്ന് പറഞ്ഞൊരു ഒരു അസുഖത്തിൻ്റെ വേരിയൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഡിസ്റ്റർബിങ് കണ്ടീഷൻ. നമ്മൾ ഒരു പ്രത്യേക കോംപ്ലക്ഷനിൽ ഇരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരു ഡാർക്ക് ഇതിലേക്ക് പോകുന്നൊരു രീതിയാണ് കാണുന്നത്. ഇത് ഇപ്പോൾ റീസെൻ്റ് മേ ബി കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് ഇപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇൻ കേസ് ഇഫ് യു യൂസിങ് ദിസ് ആൻഡ് ഇഫ് യു ഡെവലപ്പിംഗ്, ചിലർക്ക് ഇത് വരണം നിർബന്ധമില്ല, ഞാൻ പറയുന്നില്ല ഇത് എല്ലാവർക്കും വരണം നിർബന്ധമില്ല. ഇൻ കേസ് യു ആർ ഡെവലപ്പിംഗ് ദിസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അത് ദിസ് കുഡ് ബി ഡ്യൂ ടു ദിസ്. എപ്പോഴും അതുകൊണ്ടാവണം എന്നില്ല, ദിസ് കുഡ് ബി. ഒന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് വീണ്ടും വീണ്ടും നമ്മൾ ഹെർബലാണ്, ഓർഗാനിക് ആണെന്ന് പറഞ്ഞിട്ട് അതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊച്ചി ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ അനിലാരതി ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാം, ഇത്രയും സമയം കൂടിയിരുന്നത്. താങ്ക് യു.